നമ്മൾ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. SEO, ടെക്നിക്കൽ SEO, ഓഫ് ഹാറ്റ് SEO അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫുൾ മാർക്കറ്റിംഗ് കോഴ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആഡ്സ് ആണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനെ ഹയർ ചെയ്ത് സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യുന്നത്? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മാനേജർ പോലുള്ള ഒരു പോസ്റ്റ് ആളുകൾ വെക്കുന്നത്? ഇറ്റ് ഹാസ് റീസൺസ് ആൻഡ് ഇറ്റ് ഹാസ് പേർപ്പസ്. അപ്പൊ നമുക്ക് അവർ ശമ്പളം തരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതിന്റെ 4 ഇരട്ടി അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് കാരണങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് 5.17 ബില്യൺ ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. റഫ്ലി അറൌണ്ട് 63.7% ലോകത്തിന്റെ പോപ്പുലേഷനും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 80% ആളുകൾക്കും സം ഫോം ഓഫ് പർച്ചേസിംഗ് പവർ ഉണ്ട് എന്നാണ്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് അത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ടായിരിക്കാം അത് എടുക്കാത്തത് എന്നുള്ളതിന്റെ ഒരു അസംഷനിലാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് 63.7% എന്ന് പറയുന്ന കണക്കിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മളെ സംബന്ധിച്ച്, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കേരളക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ലോകത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ടിക്ടോക്ക് ആയിരിക്കും. പക്ഷെ അല്ല, അപ്പൂപ്പന്മാരുടെ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ആണ് സം ഫോം ഓഫ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് 3 മില്യൺ യൂസേഴ്സ് ആണ്. ആൻഡ് യൂട്യൂബിന്റെ കേസ് ആവട്ടെ 2.94 ബില്യൺ ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2.78 ബില്യൺ ആണ്. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2.4 ബില്യൺ ആണ്. ആൻഡ് ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 1.6 ബില്യൺ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കണക്ക് നോക്കുന്നതെന്ന് അറിയാമോ? ഈ കണക്ക് നോക്കിയാലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഓഡിയൻസ് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ഇതില് ഒരു റഫ് എസ്റ്റിമേറ്റ് ഞാൻ പറയാനായിട്ടാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ഫേസ്ബുക്കിൽ 3 ബില്യണിലും പകുതി യൂസേഴ്സും ഇന്നാക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സ് ആണ്. കാരണം എന്ത് ഫോം ഓഫ് ഒരു ഏജൻസി റൺ ചെയ്യണമെങ്കിലും നമുക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ആവശ്യം വരും. അപ്പോൾ ഇത് ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടല്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിന്റെ ആക്റ്റീവ് ഫോളോവേഴ്സ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ അസൈൻമെന്റ്. ഈ ഡാറ്റ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു സൈറ്റ് പറയാം. datareportal.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കുക. ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ആഡ്സ് ആണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇതിൽ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും വരുന്നത് ഒരൊറ്റ ആളുടെ കയ്യിലാണ്. റോബോട്ടിന്റെ തലയുള്ള ഈ മനുഷ്യന്റെ പേര് മാർക്ക് സുക്കർബർഗ് ആണ്. CEO ഓഫ് മെറ്റ ആഡ്, അല്ലെങ്കിൽ മെറ്റ എന്നാണ് അവരുടെ പ്ലാറ്റ്ഫോമിന് പറയുന്നത്. സോ മെറ്റയുടെ കീഴിലാണ് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് വരുന്നത്. വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, മറ്റൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയിട്ട് ലേറ്റർ ഓൺ മേടിച്ച് വന്നതാണ്. എന്നാലും റഫ്ലി അറൌണ്ട് 3 + 2.7 + 3.4 ബില്യൺ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ, അതായത് നമ്മളുടെ ആഡ്സ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിംഗ് ആയിക്കോട്ടെ, അത് എത്തിക്കാൻ ഏറ്റവും പവർഫുൾ ആയി നമുക്കൊരു ടൂൾ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മെറ്റ ആഡ്. ആൻഡ് മെറ്റ ആഡ്സ് ആണ് നമ്മൾ ഇനി ഇങ്ങോട്ടേക്കുള്ള പ്ലേലിസ്റ്റ്. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും ഞാൻ കാര്യങ്ങൾ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് മെറ്റയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മെറ്റ ആഡ്സ് ആണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? 659 മില്യൺ ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? ഈ 659 ബില്യൺ ആളുകൾക്കും നിങ്ങളുടെ പരസ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ച്. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. മെറ്റയുണ്ട്, ഗൂഗിൾ ഉണ്ട്, SEO ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതൊന്നുമല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കൊളാബറേറ്റ് ചെയ്ത് വാൾപേപ്പറിൽ വരെ ഇപ്പോൾ ആഡ്സ് ആണ് അല്ലെ? വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ 659 ബില്യൺ പോപ്പുലേഷനിലും നിങ്ങളുടെ ആഡ്സ് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ കഴിവ്. സോ ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ മെറ്റ ആഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതും ഇതിന്റെ പല ഫോർമാറ്റ്സും മെറ്റ ആഡ്സ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെയാണ്. Types of ads.
എന്തൊക്കെ ടൈപ്പ് ഓഫ് ആഡുകൾ മെറ്റ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമ്പർ 1 ഇസ് ഇമേജ്, നമ്പർ 2 ഇസ് കൊറോസിൽ, നമ്പർ 3 ഇസ് കളക്ഷൻ. ഇത് പുതിയൊരു ആഡ് ഫോർമാറ്റ് ആണ്, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്പർ 4 ഇസ് സ്ലൈഡ് ഷോ ആൻഡ് ലീഡ് ആൻഡ് വീഡിയോ. നമുക്ക് എന്തൊക്കെ ഫോർമാറ്റിൽ മെറ്റയിൽ ആഡ്സ് കാണിക്കാൻ പറ്റും? ഇമേജ്, എല്ലാവരും ഒരിക്കലെങ്കിലും ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇമേജ് ആഡ്സ് എല്ലാവർക്കും അറിയാം. ഒരു പോസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറിയിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഇമേജ് വിത്ത് ഒരു മ്യൂസിക് ആയിരിക്കാം. ഇതാണ് നമ്മുടെ ഇമേജ് ആഡ്. പോസ്റ്റർ ആണ് ലാർജ്ലി നമ്മൾ ആഡ്സിന്റെ കേസിൽ യൂസ് ചെയ്യുക. ഇമേജ് ആഡ് ആണ് നമ്മൾ വളരെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ള ഒരു ക്ലൈന്റ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ ഇമേജ് ആഡ്സ് ആണ് നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുക. നമ്പർ 2 ഇസ് കൊറോസിൽ ആഡ്. കൊറോസിൽ ആഡ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഇമേജ്, നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നീക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഓഫ് ഇമേജസ് ആയിരിക്കും. ഒരു 80% ഓഫ് ദ ടൈം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മൾ കാണുന്ന ആഡ്സ്, ഇപ്പം മിന്ത്ര, ഫേസ്ബുക്ക്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നേരെ പോയിട്ട് മിന്ത്ര, ഫേസ്ബുക്ക് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആഡ് വന്നോളും. സോ അത് പ്രശ്നമില്ല. മിന്ത്ര, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ആഡ്സ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമാറ്റിലുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ആഡ്സ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഫോർമാറ്റിലുള്ള ആഡ്സ് ആണ് കൊറോസിൽ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് കളക്ഷൻ ആഡ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് എന്നാണ് ആ ഓപ്ഷന്റെ പേര്. അതായത് നമ്മൾ കുറെ ഫോട്ടോസ് ഇട്ടതിന് ശേഷം ആഡ്സ് മാനേജർ വഴി ആഡ്സ് റൺ ചെയ്യുമ്പോൾ, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ ആഡ്സ് മാനേജറും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാം തന്നെ ഒരു കളക്ഷൻ ഓഫ് ഫോട്ടോസ് എടുത്തിട്ട് അവർ തന്നെ ആഡ്സ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. ഇതിനെയാണ് കളക്ഷൻ ആഡ് എന്ന് പറയാം. നമ്പർ 3 സ്ലൈഡ് ഷോ. നമ്പർ ഓഫ് ഇമേജസ് ആയിരിക്കാം, അതെല്ലാം സെലക്ട് ചെയ്തിട്ട് അതൊരു വീഡിയോ ഫോർമാറ്റിൽ ഒരു ആഡ് ആക്കി ഇൻസ്റ്റഗ്രാം മാറ്റിയിട്ടിട്ട് അതിന് നമുക്ക് ഒരു ആഡ് ആക്കും. ഇത് രണ്ടും ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ആഡ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ കുറെ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഈ ഫോട്ടോസ് എല്ലാം വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്ന സ്ലൈഡ് ഷോ ആൻഡ് കളക്ഷൻ ആഡ്സ് ആണ്. അടുത്തത് ലീഡ് ഫോം. ലീഡ് ഫോംസ് എന്ന് പറയുമ്പോൾ ഇതിന് ലീഡ് ആഡ് എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു വീഡിയോന്റെയോ ഇമേജിന്റെയോ സഹായം വേണ്ടി വരും. എന്നിട്ട് നമ്മൾ അവരോട് ഇപ്പം ഒരു ഓപ്ഷൻ ആയിട്ട് അവരോട് നിങ്ങൾക്ക് ഇന്നൊരു സാധനം ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ കണ്ട ആഡ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു വെഡിങ് ഫോട്ടോഗ്രാഫറെ നോക്കുന്നുണ്ടോ എന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ എസ് ഞെക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് നെയിം, മെയിൽ, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനെയാണ് ലീഡ് ആഡ്സ് എന്ന് പറയാം. ബേസിക്കലി നമ്മൾ ഒരു ലീഡ് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയി വരുന്ന ലീഡും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലീഡും ആയിട്ട് വരുന്നത്, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലീഡ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ലീഡ് ആഡ് വഴിയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മളിപ്പം ഇമേജ്, ഇതിന്റെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. അവിടെ നിൽക്കുക. ലീഡ് ആഡ് ഇങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് വീഡിയോ. റീൽ ആവാം, അതുപോലെ ലോങ് ഫോം വീഡിയോസ് ആവാം, പോർട്രേറ്റ് വീഡിയോസ് ആവാം, റീൽ ആയിട്ടുള്ള വീഡിയോസ് ആവാം. എനി ഫോം ഓഫ് വീഡിയോനെ നമ്മൾ ആഡ് ആക്കി പ്ലേസ് ചെയ്യുന്നതിനാണ് വീഡിയോ ആഡ് എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് മെറ്റയിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ആഡ്. ഇനി നമുക്ക് ഇതല്ലാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ക്വാളിറ്റി ഉള്ളതൊക്കെ നമുക്ക് ലീഡ് ഫോർമാറ്റിലുള്ള ആഡ്സ് ആണ് വരുന്നതെന്ന്. അപ്പൊ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ആഡ്സ് എന്ന് നമുക്ക് നോക്കണമല്ലോ. ആഡിന്റെ ടൈപ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബൂസ്റ്റ് പോസ്റ്റ് കൊടുക്കുന്നതല്ല. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അതവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെർമിനോളജീസ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയുന്ന വീഡിയോസ് ആണ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ മാർക്കറ്റിംഗ് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവയർനെസ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇതിനെ വീണ്ടും തരംതിരിക്കാൻ പറ്റും. മെറ്റയില് നമ്മൾ ആഡ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ആഡ്സ് എന്ന് പറയാം. നമ്മൾ എന്തിനാണ് ഈ റൺ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ട്രാഫിക് വരും. ഞാൻ ഈ ഫോണിൽ നോക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന സിലബസ് ഒരിക്കലും തെറ്റി പോകാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട്. കാരണം ഞാനും മറന്നു പോകുന്നുണ്ട് ടെർമിനോളജീസ്. ട്രാഫിക് ഉണ്ട്, നമുക്ക് എൻഗേജ്മെന്റ് ഉണ്ട്, ആപ്പ് ഇൻസ്റ്റാൾ, വീഡിയോ വ്യൂ, ലീഡ്. ഇനിയിപ്പോൾ ഞാൻ ലീഡ് ജനറേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ബേസിക്കലി നമ്മളൊരു ലീഡ് കളക്ട് ചെയ്യുക. ഇതിങ്ങനെ ഒരു എക്സൽ ഫോം ആയിട്ട് നമ്മുടെ മെറ്റയിൽ വരും. അത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ക്ലയന്റിന് കൊടുക്കുന്നതാണ് ലീഡ് ജനറേഷൻ. വ്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ പൊട്ടൻഷ്യലി നമുക്ക് വരാൻ പോകുന്ന കസ്റ്റമറിനെ നമ്മൾ ആ വീഡിയോ ഫുൾ കാണിക്കുക. ഇതിന് 2 പ്ലേ ടൈം ഉണ്ട്. 3 സെക്കൻഡ്സ് ഈ വീഡിയോ കാണിക്കാം, 17 സെക്കൻഡ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. ഈ 15 സെക്കൻഡ് കഴിഞ്ഞാൽ യൂഷ്വലി മാർക്കറ്റിംഗ് ടെർമിനോളജീസിൽ നമ്മൾ പറയും ഈ വീഡിയോ അവർ ഫുള്ള് കാണുന്നു. 17 സെക്കൻഡ് പ്ലേ ത്രൂ എന്നാണ് നമ്മൾ പറയാം.
അതായത് നമ്മൾ ആഡ്സ് കണ്ടിട്ട് എത്ര സെക്കൻഡ്സ് അവർ ആ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. യൂഷ്വലി നമുക്ക് ഒരു ആഡ്സ് 3 സെക്കൻഡ് വരെയാണ് കാണിക്കാൻ പറ്റുക. 17 സെക്കൻഡ് ഒക്കെ നമുക്ക് യൂട്യൂബിലേക്ക് വരുമ്പോഴാണ്. അതവിടെ നിൽക്കട്ടെ. 3 സെക്കൻഡ് പ്ലേ ത്രൂ ടൈം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആളുകൾക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്, വേറെ ഒരു ഒബ്ജക്റ്റീവും ഇല്ല, അതിൽ വേറെ ഒരു ബട്ടൺസും ഉണ്ടാവില്ല, വീഡിയോ അവരെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം നമ്മൾ ആ വീഡിയോനെ പുഷ് ചെയ്ത് കൊടുക്കുന്ന ആഡ്സും ഉണ്ടാവും. അതാണ് വ്യൂവിന്റെ ആഡ്സ്. അത് അറിയാലോ, വീഡിയോയ്ക്കാണ് വരിക. ആപ്പ് ഇൻസ്റ്റാൾസ് നമുക്കറിയാം, സ്വിഗ്ഗിയുടെ ആഡ്സ്, സൊമാറ്റോന്റെ ആഡ്, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരും. ഈ ആഡ്സ് വന്നിട്ട് നമ്മൾ റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള കുക്കീസ് പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും ഈ ആഡ്സ് റൺ ആവുക. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ട്രാഫിക്, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, ഇതിൽ ട്രാഫിക്കിന്റെയും എൻഗേജ്മെന്റിന്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോം ഓഫ്, നമ്മൾ നേരത്തെ സംസാരിച്ച ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, കൊറോസിൽ ആയിക്കോട്ടെ, കളക്ഷൻ ആയിക്കോട്ടെ, എന്ത് നമുക്ക് ഇതിൽ രണ്ടും റൺ ചെയ്യാൻ പറ്റും. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടി, അതായത് നമ്പർ ഓഫ് ആളുകൾ കൂടും. നമുക്ക് ഭയങ്കര സെഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ഒന്നുമല്ല, കുറെ ആളുകളെ കാണിക്കുന്നു. അതിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്നു, ആരെങ്കിലും ഒക്കെ, അതായത് നമ്പർ ഓഫ് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. ലാർജ്ലി ട്രാഫിക് ആഡ്സ് നമ്മൾ റൺ ചെയ്യുന്നത് ഈ ബ്രാൻഡിന്റെ അവയർനെസ്, അതായത് പുതിയൊരു ബ്രാൻഡ് വരികയാണ്, അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡ് വന്ന കാര്യം നമ്മൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അപ്പൊ വേറെ ഒരു ഉദ്ദേശം നമുക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇന്നൊരു ഏരിയയിലുള്ള എല്ലാവർക്കും നമ്മളിത് കാണിക്കും. അപ്പം കുറെ ആളുകൾ കാണും, അതിൽ ചില ആളുകൾ ക്ലിക്ക് ചെയ്ത് പേജിലേക്ക് വരും, ചില ആളുകൾ ആ വഴിക്ക് പോകും. അങ്ങനെ കാണിക്കുന്നതിന് നമ്മൾ ട്രാഫിക് ആഡ്സ് എന്ന് പറയാം. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നാരോ ഡൗൺ ചെയ്തു, അതായത് നമുക്ക് പൊട്ടൻഷ്യലി കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ പൊട്ടൻഷ്യലി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ആളുകളെ വളരെ ടാർഗറ്റായി ഫോക്കസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്ന ആഡ്സ് ആണ് എൻഗേജ്മെന്റ് ആഡ്. രണ്ട് ആഡിനും നമുക്ക് ഇപ്പോൾ വാട്സപ്പ് വെക്കണമെങ്കിൽ വാട്സപ്പ് വെക്കാം, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണ് നമ്മുടെ മേജർ 2 പില്ലേഴ്സ്. ഏത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യാം. ഇതൊക്കെ ലാർജ്ലി. പിന്നെ ഉള്ളത് ഇതാണ്, വ്യൂസ് ഒന്നും അധികം ആളുകൾ ചൂസ് ചെയ്യാറില്ല, കാരണം അത് വ്യൂ മാത്രം വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. സോ ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ആൻഡ് ഈ ഓപ്ഷൻസ് ഒന്നും തന്നെ നമ്മൾ ജസ്റ്റ് പോയി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അവിടെയുള്ള ബൂസ്റ്റ് പോസ്റ്റിൽ ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് മാനേജർ വഴിയാണ്. ഇനി അതും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. മെറ്റ എന്ന് പറയുന്നതിന്റെ ആഡ്സ് നമുക്ക് എവിടെയൊക്കെ റൺ ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ വി റൺ ആഡ്സ്? നമുക്ക് ആഡ്സ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്, നമ്പർ 1 ബൂസ്റ്റ് പോസ്റ്റ്. പ്രത്യേകിച്ച് യാതൊരു ഉപകാരമില്ല, വെറുതെ ചെയ്യാം. ആരെങ്കിലൊക്കെ വന്നാൽ വന്നു, വന്നില്ലേ വന്നില്ല. ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ, ജെൻഡർ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ റൺ ചെയ്യാം. പക്ഷെ ഇതിന്റെ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ആൻഡ് ആർക്കും ചെയ്യാം, ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചുമ്മാ ഇൻസ്റ്റയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ മെറ്റ ബിസിനസ് സ്യൂട്ട്. ഇതിൽ കുറച്ചും കൂടി കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഈ അവയർനെസ് ആൻഡ് എൻഗേജ്മെന്റ് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വളരെ ലിമിറ്റഡ് ആണ്, പക്ഷെ കുറച്ചും കൂടി, അതായത് ഒരു ഇത്തിരി എഫേർട്ട് എടുത്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ആൻഡ് കമ്പനീസിനെ സംബന്ധിച്ചുള്ള അടുത്ത ഓപ്ഷൻ ബിസിനസ് മാനേജർ ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണോ? അല്ല, ഒരു മിഡിലാണ് നിൽക്കുന്നത്. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറയില്ല, കാരണം ഇതിന് ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം, ഒരു ഫേസ്ബുക്ക് പേജ് നിർബന്ധമായിട്ടും വേണം, ഒരു പേയ്മെന്റ് മെത്തേഡ് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. പ്രിഫറബിളി നമുക്കൊരു കാർഡ് ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം. ഇവിടെയും ഗൂഗിൾ പേ ചെയ്യാം. ഇവിടെ തന്നെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ പ്രൊസീജിയർ. നമ്മൾ പേയ്മെന്റിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് അഡ്രസ് ഒക്കെ കൊടുക്കണം. ബിസിനസ് മാനേജറിലേക്ക് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആക്സസ് കൈമാറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഞങ്ങളെ പോലെ ഗ്രോഗ്രാഫ്സ് പോലുള്ള ഒരു IT കമ്പനിയൊക്കെയാണ് ബിസിനസ് മാനേജർ യൂസ് ചെയ്യുക. അതവിടെ നിന്നോട്ടെ. ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആളുകളെ ആഡ് ചെയ്യാൻ, പേജ് മാനേജ് ചെയ്യാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഗൂഗിൾ ബിസിനസ് മാനേജർ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, എന്തായാലും എല്ലാ ഡിജിറ്റൽ മാർക്കറ്ററും അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് ആഡ്സ് മാനേജർ. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ എൻലെസ് കസ്റ്റമൈസബിൾ ഓപ്ഷൻസ്, ആഡ്സ്, ലീഡ്സ്, പേജ് മാനേജ്മെന്റ്, എൻഗേജ്മെന്റ്, ട്രാഫിക്, കൊറോസൽ, ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആവുന്ന ഏരിയ എന്ന് പറയുന്നത് ആഡ്സ് മാനേജർ ആണ്. ഇതിൽ ഓരോന്നിലും ചില ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ്സ് മാനേജർ വേണം. ആഡ്സ് മാനേജർ ആണ് ഏറ്റവും വൈറ്റൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഓവർവ്യൂ. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇത് നമ്മുടെ കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സീരീസിന്റെ മെറ്റ ആഡ്സിന്റെ ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് ഗ്രേസ് പി ജോൺസ്, ഹെഡ് ഓഫ് ഗ്രോഗ്രാഫ്സ് ഡിജിറ്റൽ സൊല്യൂഷൻസ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ വീഡിയോയും കൂടി നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോവാം. ബൈ.